ഇന്ന് പുസ്തക വായനയിൽ ശ്രീ ടി.കെ. ശങ്കരൻ നാരായണൻ എഴുതിയ വീട് നിറയെ എന്ന കഥയാണ്. അയൽക്കാരുമായി അധികം അടുപ്പം വേണ്ടെന്ന് ആദ്യമേ ഇന്ദുവിനോട് പറഞ്ഞിരുന്നു. രാജേന്ദ്രനഗറിലെ ഒരു വർഷത്തെ അനുഭവം അവിധം ഒരു വഴിയാണ് എനിക്ക് തെളിച്ചു തന്നത്. സ്നേഹത്തിലും പാരസ്പര്യത്തിലും തുടങ്ങി വെറുപ്പിലും അകൽച്ചയിലും അവസാനിച്ച അയൽഗേഹ ബന്ധം. പുതിയ സ്ഥലത്തും അത് ആവർത്തിക്കേണ്ടതില്ലല്ലോ. സ്നേഹവും വേണ്ട, വെറുപ്പും വേണ്ട. കണ്ടാൽ ചിരിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ ഉരിയാടിക്കൊണ്ട് മതി, അത്രയും മതി. 2 നില കെട്ടിടത്തിലെ താഴത്തെ താമസക്കാരായിരുന്നു ഞങ്ങൾ. കഴിഞ്ഞ ഒരു വർഷമായി മുകളിൽ താമസിക്കുന്നത് ഭാര്യയും ഭർത്താവും മാത്രമടങ്ങുന്ന കുഞ്ഞു കുടുംബമാണ്. 2 കൂട്ടർക്കും പ്രവേശന മാർഗം 2 ആണെങ്കിലും തുണി ഉണക്കാനുള്ള അയ ഒരു ടെറസിലായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഇന്ദു തുണിയിടാൻ പോവുക. ആ നേരത്ത് തന്നെയാണ് മുകളിലെ സ്ത്രീയും അവിടെ എത്തുന്നതെന്ന് താമസം തുടങ്ങിയ പിറ്റേന്നാൾ തന്നെ ഞാൻ മനസ്സിലാക്കി. ഒരേ ടെറസിൽ പരസ്പരം മുഖം നോക്കാതെയും 1ഉം 2ഉം പറയാതെ നിൽക്കുന്നത് മാന്യതയ്ക്ക് ചേർന്നല്ലല്ലോ. അതേസമയം ഈ സമാഗമ നിമിഷം സ്വകാര്യതകളിലേക്ക് നീളാതെ ശ്രദ്ധിക്കുകയും വേണം. അതിനാൽ തുണിയിടാൻ തിരഞ്ഞെടുത്ത നേരമാണ് ഏറ്റവും നിർണായകം. ഞാൻ പറഞ്ഞു നോക്കി, സമയം മാറ്റുന്നതല്ലേ ഇന്ദു നല്ലത്? രവിയേട്ടൻ ഇങ്ങനെ പേടിച്ചാലോ? കളിയാക്കുന്നത് പോലെ ഇന്ദു പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. എല്ലാവരും ഒരുപോലെയല്ല ചേട്ടാ. ആ പറഞ്ഞത് നേരായിരിക്കാമെങ്കിലും മുൻ അനുഭവങ്ങളെ ഓർത്ത് ഞാൻ അസ്വസ്ഥനായി. എങ്കിലും ഒന്നും പുറത്തു കാണിക്കാതെ നടന്നു. താമസം തുടങ്ങിയ 4ാം നാൾ പുതിയ തലവേദന തീർത്തുകൊണ്ട് പച്ചക്കറി തള്ള വന്നു. മുറ്റത്ത് വട്ടി ഇറക്കിയതും മുകളിലെ സ്ത്രീ താഴേക്ക് ഓടിയെത്തി. തലേന്നാൾ ഇന്ദു ഓർമ്മിപ്പിച്ചിട്ടും പച്ചക്കറി വാങ്ങാൻ കൂട്ടാക്കാത്ത എൻ്റെ മറവിയെ ഞാൻ പഠിച്ചു. വട്ടിക്ക് ചുറ്റുമിരുന്ന് ഇന്ദുവും ആ സ്ത്രീയും പച്ചക്കറികൾ തിരയുന്ന വേവലാതിയോടെ ഞാൻ കണ്ടുനിന്നു. പതുക്കെ ഭീതി എന്നിലേക്ക് കാൽവെച്ച് കയറി. രാജേന്ദ്രനഗറിലെ അനുഭവം എന്നിൽ പിടഞ്ഞെണീറ്റു. മുകളിലെ സ്ത്രീയുടെ പേര് രേണുകയാണെന്ന് ഇന്ദു പറഞ്ഞു. ഭർത്താവ് ഏതോ ഇൻഷുറൻസ് കമ്പനിയിലെ മാനേജരാണ്. വിവാഹം കഴിഞ്ഞ് 3 വർഷമായിട്ട് അവർക്ക് കുട്ടികളില്ല. സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ രേണുവിൻ്റെ വീട്ടുകാരുമായി അയാൾ ഉടക്കിലാണ്. രവിയേട്ടൻ അറിയുമോ, ഞങ്ങൾ ഭയങ്കരമായിട്ട് കുടിക്കുമത്രേ. അതൊക്കെ നമ്മൾ എന്തിനാ അറിയണേ? എൻ്റെ ശബ്ദം തെല്ലുയർന്നു. ഈ രവിയേട്ടൻ. ഇന്ദു അടുക്കളയിലേക്ക് തിരിഞ്ഞു. സംഗതിയുടെ വളവ് തിരിവുകൾ ഇപ്പോഴെനിക്ക് തെളിഞ്ഞു കിട്ടി. എൻ്റെ നിഷ്കർഷകൾ തെറ്റിയിരിക്കുന്നു. ഇതിൻ്റെ പേരിൽ ഇന്ദുവിനോട് ചെറുതായൊന്ന് കോപിക്കുക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. മുറിയിൽ കഥകടച്ചിരുന്ന കരച്ചിലും മൂക്കുപിഴിച്ചിലുമായി കരഞ്ഞു തീരട്ടെ. ഞാനങ്ങ് മിണ്ടാതിരുന്നു. ചാരകസാരയിൽ കൈകൾ പിണച്ചു കിടന്ന എന്നെ പിന്നീട് എപ്പോഴോ ഇന്ദു കുലുക്കി ഉണർത്തി. രവിയേട്ടന് ഇപ്പോഴും സംശയമാ? മുകളിലെ താമസക്കാരുടെ എന്തെല്ലാമോ സൗകര്യങ്ങൾ അവൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഓഫീസിൽ എനിക്ക് സ്വൈരം കിട്ടും. ഞാൻ വീട്ടിലില്ലാ നേരം ഇന്ദു മുകളിലെ സ്ത്രീയുമായി ചങ്ങാത്തം സ്ഥാപിക്കുമെന്നോയോർത്ത് ഞാൻ ബേജാറായി. രാജേന്ദ്രനഗറിലെ അനുഭവം മനസ്സിൽ നിലവിളിച്ചുണർത്തു. ഒരു നാൾ ഇന്ദു പുതിയൊരാവശ്യം ഉന്നയിച്ചു. എനിക്ക് തുന്നൽ പഠിക്കണം. എനിക്കും എന്നെ ആ കൂട്ടിച്ചേർക്കൽ എന്തോ പന്തികേട് തോന്നി. ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഇന്ദുവിൻ്റെ മുഖം മങ്ങി. ഓ, തുടങ്ങി. എൻ്റെ കൂടെ ആരുമില്ല, പോരെ? ഇന്ദു കള്ളം പറഞ്ഞാണെന്ന് പിന്നീട് മനസ്സിലായി. കുറച്ചപ്പുറത്തെ ഒരു മധ്യവയസ്കയുടെ അരികിൽ മുകളിലെ സ്ത്രീ തുന്നൽ പഠിക്കാൻ പോകുന്നുണ്ട്. അവരോടൊപ്പം ഇന്ദുവും തുന്നാൻ ചേർന്നിരിക്കുന്നു. വിലക്കണമെന്ന് കലശലായ തോന്നലുണ്ടായിട്ടും എന്തോ ഞാനൊന്നും പറഞ്ഞില്ല. ജീവിതം ഒരുപാട് സങ്കീർണതകളും അതിലേറെ സംഘർഷങ്ങളും നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. നിലവിലുള്ള തന്നെ അധികമെന്നിരിക്കെ 1ഉം 2ഉം പറഞ്ഞ് നാം അതിനെ പെരുപ്പിക്കേണ്ടതില്ലല്ലോ. പതുക്കെ ഞാൻ കാര്യങ്ങൾ മറക്കാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ ലാഘവത്തോടെ സമീപിക്കാൻ പഠിച്ചു. എൻ്റെ നിശ്ചയങ്ങൾ നടക്കാതെ പൊയ്ക്കോട്ടെ എന്ന് വെറുതെ ഇരുന്നു. എല്ലാ ദുഃഖങ്ങളിലും മുൻ അനുഭവങ്ങൾ പിന്തുടരണമെന്നില്ലെന്ന് മനസ്സിനെ പറഞ്ഞു തിരുത്തി. ആ ദിവസങ്ങളിലൊന്നിൽ ഇന്ദു പറഞ്ഞു, മുകളിലത്തെ രേണു ചോദിച്ച ഒരു പാവാണ് രവിയേട്ട. എന്തേ അങ്ങനെ തോന്നാൻ? ഏട്ടനറിയോ ചേച്ചിയുടെ ഹസ്ബൻഡിനെ കുറിച്ച്? ഇല്ല. എന്നാൽ അറിയണം. ഇന്ദു ചമ്രം പടിഞ്ഞിരുന്നു. അയാൾക്ക് ചേച്ചിയെ കൂടാതെ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടത്രേ. ഓഫീസ് വിട്ടാൽ നേരെ അങ്ങോട്ട് ചെല്ലും. രാത്രി വളരെ വൈകിയെ തിരിച്ചെത്തൂ. വരുമ്പോൾ മൂക്കറ്റം കുടിച്ചിട്ടുണ്ടാവും അത്രേ. 1ഉം 2ഉം പറഞ്ഞ് ദിവസവും രേണു ചേച്ചിയെ തല്ലും. മുന്നും പിന്നും അറിയാതെ എന്തെങ്കിലും പറയരുതെന്തോ. കേൾക്കൂ രവിയേട്ട, ഇതെല്ലാം പറഞ്ഞ് ചേച്ചി ഇന്ന് കുറേ കരഞ്ഞു. സ്ത്രീധനത്തിൻ്റെ പേരിലാത്രേ ശണ്ട തുടങ്ങിയത്. പിന്നെ കുഞ്ഞുണ്ടാവാത്തതിൻ്റെ പേരിലായി. മറ്റേ സ്ത്രീയിൽ അയാൾക്കൊരു കുഞ്ഞുണ്ടത്രേ. വാ, ശരി, നമുക്ക് ഉറങ്ങാം. കൂടുതൽ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇന്ദു പറഞ്ഞതെല്ലാം തീർത്തും വ്യക്തിപരമായ കാര്യങ്ങൾ. അത് നമ്മെ ബാധിക്കുന്നതാണോ എന്ന് മാത്രമേ നാം അറിയേണ്ടൂ. അതിനാൽ ഉറക്കം നടിച്ച് തിരിഞ്ഞു കിടന്നു. രേണുവിനെക്കുറിച്ച് ഇന്ദു പറഞ്ഞതോർത്താവാം എന്തോ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല.
നാളിതുവരെ രേണുവിൻ്റെ ഭർത്താവിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുമില്ല. നേരത്തെ പറഞ്ഞല്ലോ, എനിക്കതിലൊന്നും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഒറ്റ നോക്കിന് മാന്യവും സൽസ്വഭാവിയാണെന്ന് തോന്നിയിട്ടുണ്ട്. നേർക്കുനേർ കാണുമ്പോൾ ചിരിക്കാറുമുണ്ട്. അയാൾക്ക് പരിചയപ്പെടാൻ താല്പര്യമുണ്ടെന്ന് ആ ചിരിയിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. ആ ശ്രമങ്ങളിൽ നിന്നെല്ലാം ഞാൻ ബോധപൂർവം ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇപ്പോൾ പക്ഷേ അയാളെ തന്നെ ചുറ്റുന്നു. മനസ്സ് രേണുവിനെ പ്രതി വേവലാതിപ്പെടുന്നു. എല്ലാവർക്കും ഒരു ഉൾമുഖമുണ്ടെന്ന് അറിയുന്നു. പിന്നീടെപ്പോഴും ഞാൻ ഉറക്കത്തിലേക്ക് ചാഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇന്ദുവിനെ ഞാൻ തീരെ വിലക്കിയില്ല. മനസ്സ് തുറക്കുന്നതിലൂടെ മുകളിലെ സ്ത്രീക്ക് ആശ്വാസം കിട്ടുമെങ്കിലായിക്കോട്ടെ എന്നതായിത്തീർന്നു എൻ്റെ മനോഭാവം. ഇന്ദുവാകട്ടെ ഈ അവസരത്തെ ശരിക്കും മുതലെടുത്തു. രേണുവിൻ്റെ സഹനത്തെക്കുറിച്ച് അനേകം പുതിയ കഥകൾ പറഞ്ഞു തുടങ്ങി. എവിടെയോ വെച്ച് എനിക്കും ഇത്തിരി താല്പര്യം തോന്നിയോ? ഒരു വേള ആ സ്ത്രീയോടുള്ള അനുതാപമായിരിക്കുമോ കാരണം? ഒരു നാൾ പതിവ് പോലെ ബസ്സും കാത്ത് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു ഞാൻ. സ്കൂട്ടർ വർക്ക്ഷോപ്പിലായതുകൊണ്ടാവണം രേണുവിൻ്റെ ഭർത്താവിനെയും അന്ന് സ്റ്റാൻഡിൽ കണ്ടു. ഇത്രയും വരെ അയാളെ കാണുന്നത് അന്ന് ആദ്യമായിട്ടാണ്. നന്നായി എണ്ണ തേച്ച് കുടിച്ചിട്ടുണ്ടെന്ന് മുഖം കണ്ടാൽ വ്യക്തം. നെറ്റിയിൽ ചന്ദനക്കുറിയും അതിന്മേൽ ഒരു കുഞ്ഞു പൊട്ടും. കാതിൽ കടുക്കൻ കൂടിയുണ്ടെങ്കിൽ തനി തമിഴൻ തന്നെ. അയാൾ അടുത്തു വന്നു നിന്നത് ഞാനൊന്ന് ചിരിച്ചൊന്ന് വരുത്തി. ആ ചിരിയിൽ പിടിച്ചുകൊണ്ട് അയാൾ തുടങ്ങി. രവി താഴെ താമസിക്കുന്ന? അതെ ഞാൻ മുരളി, മുകളിൽ താമസിക്കുന്ന. മനസ്സിലായി. ഇനി എന്തു പറയണ്ടു എന്നറിയാതെ അയാൾ കുഴഞ്ഞു തോന്നായി തോന്നി. വല്ലാത്തൊരു എളിമ അയാൾ ഉടനീളം കാണാനുണ്ടായിരുന്നു. രണ്ടുപേരി സംഭാഷണങ്ങളിൽ നിന്നും ആളൊരു പാവത്താനാണെന്ന് തോന്നി. ബസ്സിൽ തോളൊരുമി നിൽക്കുമ്പോൾ അയാൾ ചോദിച്ചു, രവി അമ്പലത്തിൽ പോകാറുണ്ടോ? ഇല്ല, എന്തേ? അല്ല, ഞാൻ പോകാറുണ്ട്, അവിടെ കാണാത്തതുകൊണ്ട് ചോദിച്ചത് മാത്രം. ഞങ്ങൾക്കിടയിൽ ഒരു നിശബ്ദത വന്നു നിറഞ്ഞു. സംഭാഷണം തുടരേണ്ടത് എങ്ങനെയാണെന്നറിയാതെ അയാൾ വലയുന്നതായി തോന്നി. മൗനത്തിൻ്റെ കനപ്പ് കുറേ നേരം അങ്ങനെ നീണ്ടു. പെട്ടെന്ന് അയാൾ പറഞ്ഞു, എൻ്റെ വൈഫിന് കലശലായ രക്തവാതത്തിൻ്റെ ശല്യമുണ്ട് മിസ്റ്റർ രവി. ആരോഗ്യ പ്രശ്നം വെച്ചപ്പോൾ ഭാവിയിൽ ഇത് വലിയ ശല്യമായി തീരുമെന്ന് കണ്ടു. നിവാരണങ്ങൾ പലതും നിർദ്ദേശിച്ചിട്ടുണ്ട്. മരുന്നിന് പുറമെ ഈശ്വരനുള്ള വഴിപാടുകൾ. നിത്യവും പുറത്തെ ശിവക്ഷേത്രത്തിൽ കുളിച്ചു തൊഴണം. അധികാലത്ത് എഴുന്നേറ്റ് തണുപ്പത്ത് കുളിക്കാനൊന്നും വയ്യ അവക്ക്. അതിനാൽ ഞാൻ കുളിച്ചു തൊഴുന്നു. ഒരു നിമിഷം അയാൾ എന്തോ ആലോചിച്ചു. പിന്നെ പറഞ്ഞു, ഒരു പാവമാണ് രവി എൻ്റെ രേണു. എൻ്റെ നെഞ്ചാകെ ഒന്ന് തേട്ടി. രേണുവിൻ്റെ പാദത്തെക്കുറിച്ച് ഇന്ന് വരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ എന്ന്. മനസ്സുകൾ ഒരർത്ഥത്തിൽ വീടുകളാണെന്ന് ആ നേരം എനിക്ക് തോന്നി. വീട് നിറയെ മുറികൾ, ഇടുങ്ങിയവ, ഇരുണ്ടവ, നിഗൂഢമായവ, ഉൾവഴികളുള്ളവ. ചുറ്റും മലച്ചു നിൽക്കുന്ന ഇരുട്ടിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നതെന്ന് തോന്നി. അപ്പോഴേക്കും അയാൾക്ക് ഇറങ്ങേണ്ട സ്ഥലമായി. ഇനി ഇടയ്ക്ക് കാണാം. അയാൾ ഇറങ്ങി. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.